Hi, welcome to my channel. If you are new here, എൻ്റെ പേര് ജിസ് ആന്റണി. Mornings can be a source of stress for most of us. നമുക്ക് രാവിലെ എഴുന്നേൽക്കണം, ഫുഡ് ഉണ്ടാക്കണം, പിള്ളേരെ സ്കൂളിൽ വിടണം, നമുക്ക് ഓഫീസിൽ പോകണം. ഇതിൻ്റെ ഇടയിൽ വീട്ടിലും ഓഫീസിലുമായിട്ട് ചെയ്തു തീർക്കാനുള്ള കുറേ അധികം പെൻഡിങ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ തലയിൽ കൂടെ ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാവിലെ ആകെ മൊത്തം ടെൻഷനാണ്. ഈ ടെൻഷനും സ്ട്രെസ്സും നമ്മൾ ആ ഡേ മുഴുവൻ ക്യാരി ഫോർവേഡും ചെയ്യും. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ ഇഫ് യു ക്യാൻ സംഹൗ സ്റ്റാർട്ട് യുവർ ഡേ ഓൺ എ കാം ആൻഡ് പീസ്ഫുൾ നോട്ട്, നമുക്ക് ആ ദിവസം മുഴുവൻ കാമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഡെയിലി വരുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പീസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടിന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10 ഹെൽത്തി ഹാബിറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന എല്ലാ ഹാബിറ്റ്സും ഞാൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഗുണം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ആയിട്ട് തോന്നുന്ന 1-2 ഹാബിറ്റ്സ് സെലക്ട് ചെയ്ത് അതിനെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പതുക്കെ ആഡ് മോർ ഹാബിറ്റ്സ് ടു ദ റൂട്ടീൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു കോട്ടുണ്ട്, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് ഇന്റൻഷണൽ ആയിട്ടുള്ള ലൈഫിന് രാവിലെ എഴുന്നേൽക്കുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് ചെയ്യാറില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തിന് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു പേഴ്സണൽ റീസൺ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് നമ്മുടെ വൈ പവർ. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റാലാണ് എനിക്ക് കുറച്ച് സമയം വളരെ സ്വസ്ഥമായിട്ട് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കുറച്ച് മൊമെന്റ്സ് ഓഫ് സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും കാണും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ റീസൺ. അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് രാത്രിയിൽ കിടന്നാൽ ഉറപ്പായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് 9 മണിക്ക് എഴുന്നേൽക്കുന്ന ആള് നാളെ തൊട്ട് 5 മണിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സസ്റ്റൈനബിൾ ആവില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ആയിട്ട് ഓരോ ആഴ്ചയും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അവരുടെ വേക്കപ്പ് ടൈം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ചിലരുണ്ട് രാവിലെ അലാം അടിക്കുന്നത് സ്നൂസ് ചെയ്യും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ശീലമുള്ളവർക്ക് നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നത് ഫോണിലാണെങ്കിൽ ആ ഫോൺ നമ്മുടെ ബെഡിലോ ബെഡ് സൈഡിലോ തന്നെ വെക്കാതെ ബെഡ്റൂമിന്റെ വേറെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാം. അപ്പൊ രാവിലെ ഇത് അടിക്കുമ്പോൾ കട്ടിലേന്ന് എഴുന്നേറ്റ് ഒരു 3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പൊക്കോളും. രാവിലെ റഷ് ചെയ്യാതെ കുറച്ച് സമയം സ്ലോ ആയിട്ട് ഇന്റൻഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരം എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോണോ ടിവിയോ എടുക്കാതെ രാവിലെ കിട്ടുന്ന 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് രാവിലെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടും. ഇപ്പൊ ഇത് രണ്ടും ചെയ്തിട്ടും നിങ്ങൾക്ക് രാവിലെ റഷ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോർണിംഗ് ടാസ്കുകൾ ഒന്ന് റീകൺസിഡർ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ സ്ഥിരം രാവിലെ ചെയ്യുന്ന പണികളിൽ ചിലത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് എടുത്ത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചിലത് തലേന്ന് രാത്രി ചെയ്ത് വെക്കാം. ഇപ്പൊ രാവിലെ ഇടാനുള്ള ഡ്രസ്സും ബാഗും ഒക്കെ തലേന്ന് റെഡിയാക്കി വെക്കാം. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രാവിലത്തെ റഷ് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. രാത്രിയിൽ ഒരു 7-8 മണിക്കൂർ ഒരേ പൊസിഷനിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പം രാവിലെ നമ്മുടെ ബോഡി കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ രാവിലെ ചെയ്യുന്ന സ്ട്രെച്ചിങ് നമ്മുടെ ബോഡിക്ക് ഒരു വാമപ്പ് ആണ്. ഇറ്റ് ഗെറ്റ്സ് അവർ ബോഡി മൂവിങ്, ബ്ലഡ് ഫ്ലോയിങ് ആൻഡ് കിക്ക് സ്റ്റാർട്ട്സ് അവർ ബ്രെയിൻ. ഞാൻ രാവിലെ ഒരു 10 മിനിറ്റ്സ് ലൈറ്റ് സ്ട്രെച്ച് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ അത് 5 മിനിറ്റോ 1/2 മണിക്കൂറോ ഒക്കെ ചെയ്യാം. എങ്ങനെ ചെയ്താലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെച്ചിങ് ഒരു ഇന്റൻസ് ഫോം ഓഫ് എക്സസൈസ് ഒന്നുമല്ല. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്താൽ ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ യുവർ മസിൽ സ്ട്രെങ്ത് ആൻഡ് മൊബിലിറ്റി. ഞാനൊരു മെഡിറ്റേഷൻ എക്സ്പേർട്ട് അല്ല. കണ്ണടച്ചിരുന്നാൽ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് വർക്ക് ആവുന്ന എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. അല്ലാത്തവർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻസ് ട്രൈ ചെയ്യാം. ഞാൻ അതാണ് ചെയ്യുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും വളരെ പേഷ്യൻ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ജേർണലിംഗ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ്. നമ്മൾ ബേസിക്കലി ഡയറി എഴുതുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷെ ഡീപ്പായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ജേർണലിംഗ് ടെക്നിക്സ് ഉണ്ട്.
ബുള്ളറ്റ് ജേർണലിംഗ്, ആർട്ട് ജേർണലിംഗ്, 5 മിനിറ്റ് ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇതിൽ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വർക്കായിട്ടുള്ളത് മോർണിംഗ് പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഞാനൊരു 2024 തുടക്കം മുതൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. എനിക്കൊരു മെന്റൽ ക്ലാരിറ്റി കിട്ടാനും എൻ്റെ സെൽഫ് വർത്ത് ബൂസ്റ്റ് ചെയ്യാനും ഒരു പുതിയ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാനും ഒക്കെ എന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് പേജസിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പൊ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ബുക്ക് എടുത്തിട്ട് 3 പേജസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എഴുതുവാണ്. ഇതിൽ നമ്മൾ ഗ്രാമർ നോക്കണ്ട, എഴുത്തിന്റെ ഭംഗി നോക്കണ്ട, പ്രോപ്പർ സെന്റൻസ് വേണമെന്ന് പോലുമില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്ത് പൊട്ടത്തരവും യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമുക്ക് എഴുതാം. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ചെയ്യുമ്പോഴും സിമ്പിളാണ്, പക്ഷെ ഇതിന്റെ ഇമ്പാക്ട് ട്രെമൻഡസ് ആണ്. നിങ്ങളും ഏതെങ്കിലുമൊക്കെ ജേർണലിംഗ് ടെക്നിക്സ് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് വർക്ക് ആവുന്നതുമായിട്ട് സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വർഷം കുറെ അധികം വായിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയാലും ഡിസംബർ ആകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മിക്കവാറും ഒരു ബുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാനുള്ള ഒരു ടൈം അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ജെയിംസ് ക്ലിയറിന്റെ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഹാബിറ്റുമായിട്ട് ക്ലബ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ സ്ഥിരം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഒരു ബുക്ക് എടുക്കാം. അതുപോലെ രാവിലെ ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചായയുടെ കൂടെ ഒരു ബുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഡെയിലി ഗോൾ, അതിപ്പം 10 മിനിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേജ് ആവാം, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം തന്നെ കടുകട്ടി ബുക്സ് ഒന്നും എടുക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ബുക്സ് എടുക്കുക. ഫിക്ഷൻ ആണ് താല്പര്യമെങ്കിൽ ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള ബുക്സ് ഒക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നോൺ ഫിക്ഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റമിക് ഹാബിറ്റ്സ് ഒരു നല്ല ഓപ്ഷനാണ്. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന എനർജി ബൂസ്റ്റ് തരുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ആ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീല്. അപ്പൊ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പാടില്ല. പിന്നെ നമുക്ക് രാവിലെ സമയം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള, ഉണ്ടാക്കാൻ എളുപ്പമുള്ള 1-2 ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് കണ്ടുവെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. വീക്കെൻഡ് ആകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വിശാലമായിട്ടൊക്കെ കുക്ക് ചെയ്യാം. പിന്നെ ഇന്ത്യൻ ഡയറ്റ് പൊതുവെ പ്രോട്ടീൻ ഡെഫിസിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോ പുഴുങ്ങിയിട്ടോ ബുൾസൈ ആയിട്ടോ ഓംലെറ്റ് ആയിട്ടോ ഒക്കെ ആഡ് ചെയ്യാം. ഇങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെയുള്ള സമയം അധികം വിശക്കാതെ നല്ല എനർജിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. രാവിലെ നമ്മുടെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞു കഴിയുമ്പം ഒരു 10 മിനിറ്റ് ടൈമർ ഇട്ടിട്ട് വീട് മൊത്തം ക്യുക്കായിട്ടൊന്ന് ടൈഡി ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലും അടുക്കളയിലും ഒക്കെ കുറെ സാധനങ്ങൾ നിരന്നിരിപ്പുണ്ടാവും. അതല്ല, അതിന്റെ സ്ഥലത്തെടുത്ത് വെക്കുക. വൈപ്പ് ചെയ്യേണ്ട സർഫസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക, കട്ടിലൊക്കെ ഒന്ന് കുടഞ്ഞു വരിക്കുക. അങ്ങനെ 10 മിനിറ്റിൽ വീട് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ തിരിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ വൃത്തിയുള്ള ഒരു സ്പേസിലേക്ക് വന്നു കയറാൻ പറ്റും. അല്ല, എന്നെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പതുക്കെ ചെയ്യാനിരുന്നാൽ ഇത് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. പക്ഷെ ഇതുപോലെ പെട്ടെന്ന് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇടുക. നമുക്ക് സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഒരു വാർഡ്രോബ് ഓഡിറ്റ് നടത്താം. ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഐ ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ. പക്ഷെ ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ ഡ്രെയിൻ ആയി പോകും. നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നത് ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ഡ്രസ്സുകളായിരിക്കും. ബാക്കിയൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അപ്പൊ എല്ലാ ദിവസങ്ങളും സ്പെഷ്യൽ ഡേയ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് ഈ കോൺഫിഡൻസ് തരുന്ന ഡ്രസ്സുകൾ ഇട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ബേസ് ലൈൻ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറും. ഇത് കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നും, എനിക്കും അങ്ങനെയാണ് തോന്നിയിരുന്നത്. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇന്റേണൽ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, സിർക്കേഡിയൻ ക്ലോക്ക്. അതാണ് നമ്മുടെ സ്ലീപ്പിനെയും മെറ്റബോളിസത്തിനെയും എനർജി ലെവൽസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സിർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് രാവിലെ കിട്ടുന്ന സൺലൈറ്റ് ആണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒന്ന് വെയിലൊക്കെ കൊണ്ട് പുറത്തോട്ട് നടക്കാൻ പോകുന്നത് നല്ലൊരു ആക്ടിവിറ്റിയാണ്.
ഞാനും ഹസ്ബൻഡും മിക്കവാറും രാവിലെ ഒരു അരമണിക്കൂർ നടക്കാൻ പോവാറുണ്ട്. അത് ഞങ്ങൾക്കൊരു ബോണ്ടിങ് ടൈമും കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ നടക്കാൻ പോകാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ കൂടി ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. രാവിലെ നമ്മുടെ വീടിന്റെ ജനലും കതവും ഒക്കെ ഒന്ന് തുറന്നിട്ട് പുറത്തുനിന്നുള്ള വായുവും വെളിച്ചവും ഒക്കെ ഒന്ന് അകത്ത് കയറ്റുക. അതേപോലെ നമ്മൾ മലയാളികൾ പൊതുവെ രാവിലെ ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നവരാണ്. അപ്പൊ രാവിലെ ചായക്കപ്പുമായിട്ട് നമ്മുടെ മുറ്റത്തോട്ടോ ബാൽക്കണിയിലോട്ടോ ഇറങ്ങി നിന്ന് വെയിലൊക്കെ കണ്ട് ആസ്വദിച്ച് ചായ കുടിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പെർഫെക്റ്റ് മോർണിംഗ് റുട്ടീനിന് വേണ്ടുന്ന ഡെയിലി ഹാബിറ്റ്സ്. ഇതിൽ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ സ്മോൾ ആൻഡ് ഈസി ടു ഡു ഹാബിറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ പിന്നെ നാളെ തൊട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തുടങ്ങി കിടിലായി കളയാന്ന്. ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. നമ്മൾ എത്ര ചെറിയ ഹാബിറ്റ്സ് ആണെന്ന് പറഞ്ഞാലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും. യു വിൽ സ്റ്റോപ്പ് ഓൾ ടുഗദർ. നമ്മൾ നോക്കുന്നത് ഒരാഴ്ചത്തെയോ 2 ആഴ്ചത്തെയോ ഒരു ഫ്രാഷ് റുട്ടീൻ ഫോം ചെയ്യാനായിട്ടല്ല. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ലൈഫ് ടൈം ഓഫ് ഗുഡ് ഹാബിറ്റ്സ്. ഹാവ് ദറ്റ് ബിഗർ പിക്ചർ ഇൻ മൈൻഡ്. ഗോ സ്ലോ ആൻഡ് ബി കൺസിസ്റ്റന്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.